നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 പ്രീമിയർ ലീഗ് സീസണുകളിലും ഗോൾഡൻ ബൂട്ട് നേടിയത് സൂപ്പർ താരം ഏർലിംഗ് ഹാലണ്ടാണ്. ഇത്തവണയും അത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ ഏർലിംഗ് ഹാലണ്ടിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക് നേടിയിരുന്നു. ആകെ കളിച്ച 2 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. താരത്തെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോള. ഹാലണ്ട് ഒരു അനിമലാണ് എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതൽ മൂർച്ചയുള്ളവനായി മാറാൻ താരത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്നും താരത്തിൻ്റെ വരവ് ഏതൊരു എതിരാളിയെയും ഭയപ്പെടുത്തുന്നതാണെന്നും പെപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സീസണിൽ അദ്ദേഹം കൂടുതൽ മൂർച്ചയുള്ളവനായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിനിങ് സെഷന് ശേഷം ഹാലണ്ട് പ്രത്യേകം ട്രെയിനിങ് നടത്താറുണ്ട്. ബോൾ കൺട്രോളിങ്ങിലും ക്രോസുകളിലുമാണ് അദ്ദേഹം ഇപ്പോൾ കൂടുതൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അത് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരം വെച്ച് കൂടുതൽ മികവിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിയും. ഹാലണ്ട് കൂടുതൽ ഓടുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഒരു അനിമലിനെ പോലെയാണ് അദ്ദേഹം പ്രസ് ചെയ്യുന്നത്. 2 ഡ്യൂട്ടികളും അദ്ദേഹം ഒരുപോലെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് അപാരമാണ്. ഒരു സെൻട്രൽ ഡിഫൻഡറുടെ അടുത്ത് ബോൾ കിട്ടി എന്ന് വെക്കുക, അദ്ദേഹം അതിലേക്ക് ഓടുന്ന ആ ഒരു ഓട്ടം ശ്രദ്ധിച്ചാൽ മതിയാകും. അത് ഏതൊരാളെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അദ്ദേഹം ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഒരുപാട് സഹായിക്കുന്നു. അദ്ദേഹം ഞങ്ങളെ എല്ലാ മേഖലയിലും സഹായിക്കുന്നുണ്ട്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ആണ്. ഓഗസ്റ്റ് 31-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 10 മണിക്കാണ് ഈ മത്സരം നടക്കുക. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.